എന്താ സാർ? നിങ്ങളുടെ പേര് ജോൺ എന്നാണോ? ഒന്ന് വന്നേ, സാർ വിളിക്കുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടിയാണോ? അല്ല സാർ, വാടക. ആയിരുന്നെങ്കിൽ എത്ര നന്നായനെ. എത്ര മനോഹരമായ സ്ഥലം. ഒരാളെ കൊന്നിട്ടാൽ പോലും ആരും അറിയില്ല. നിങ്ങളിവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ആ. ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ ചേലക്കാട്ട് നടന്ന മർഡർ. കൊല്ലപ്പെട്ടത് മാടത്തിങ്കൽ തോമസ്. കൊല നടത്തി പ്രതി നാട് വിട്ടു. പ്രതിയുടെ പേര് അലക്സ്. ഡിപ്പാർട്ട്മെന്റ് ഇത്രയും വർഷങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റവാളി അത് നിങ്ങളാണെന്ന് ഞങ്ങൾക്കൊരു സംശയം. അറിഞ്ഞിടത്തോളം നിങ്ങളെവിടെയും സ്ഥിരതാമസക്കാരനല്ല. പല സ്ഥലത്തും പല പേരുകൾ. ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിങ്ങൾ പറഞ്ഞ ജോൺ എന്ന പേരിൽ സംശയം തോന്നിയ നേഴ്സാണ് പോലീസിനെ വിവരം അറിയിച്ചത്. കാരണം ആ സ്ത്രീ നിങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, മറ്റൊരു സ്ഥലത്തും മറ്റൊരു പേര്. പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് തിങ്സ് ബിക്കം ഈസിയർ ഫോർ അസ്. അറിഞ്ഞിടത്തോളം ചെറുതല്ലാത്തൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് നിങ്ങൾ. ആ കൊച്ചിന് ആള് മാറിയതായിരിക്കും സാർ. മാത്രമല്ല, എനിക്ക് കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഫോട്ടോയിൽ കാണുന്നത് നിങ്ങളല്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ലുക്കൗട്ട് നോട്ടീസാണ്. എന്നാ ശരി, നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ പറയാം സാർ. ഞാൻ തന്നെയാണ് അലക്സ്. എനിക്കറിയാമായിരുന്നു ഒരു ദിവസം നിങ്ങളെ തേടി വരുമെന്നും ഞാൻ പിടിക്കപ്പെടുമെന്നും. എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം സാർ. പറയാനുള്ളതേ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് പറയാം. താനിപ്പോ പറഞ്ഞു. അലക്സ് പറയട്ടെ. ായിരുന്നു ഞാനും ആനയും തമ്മിലുള്ള വിവാഹം. കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാതിരുന്നത് ഞങ്ങൾ വിഷമിപ്പിച്ചു. ആനയായിരുന്നു കുട്ടിക്ക് വേണ്ടി ഏറെ ആഗ്രഹിച്ചത്. ഇതിനിടയിൽ എനിക്ക് കുട്ടികളുണ്ടാവില്ലെന്ന് ഡോക്ടർ വിധി എഴുതി. അത് ആനയെ ശരിക്ക് തകർത്ത് കളഞ്ഞു. പിന്നെയാണ് അവൾ സ്പേം ഡൊണേഷനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അതെനിക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അവളെ ഞാൻ എൻ്റെ ഒരു സ്പേസിൽ ഐ കാൺട്ട് ഇമാജിൻ ദാറ്റ് ഷീ ഈസ് ക്യാരിയിങ് സമ്മൺസ്. യെസ്, ഞാൻ ഭയങ്കര പോസസീവ് ആയിരുന്നു അവളുടെ കാര്യത്തിൽ. പക്ഷെ അവളുടെ തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ല. അവൾക്ക് അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം ഷീ ഗോട്ട് പ്രഗ്നന്റ്. ഇതിലെന്താണ് ഇത്ര പ്രശ്നം അലക്സ്? പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇവിടെ മുതലാണ്.
സ്പേം നൽകിയ ഡോണർ അവൾ തിരഞ്ഞു വന്നു. അതേ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന അയാളുടെ സുഹൃത്ത് ഡോണറുടെ നിർബന്ധപ്രകാരം സ്വീകർത്താവിൻ്റെ ഡീറ്റെയിൽസ് അയാൾക്ക് കൊടുത്തു, തെളിവുകളോടെ. തീർത്തും കോൺഫിഡൻഷ്യൽ ആയിരിക്കുമെന്ന് അവർ ഉറപ്പ് വന്നതായിരുന്നു. ഇറ്റ്സ് എ മെഡിക്കൽ നെഗ്ലിജൻസ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന്. അനാഥനായിരുന്ന അയാൾക്ക് ആനി അയാളുടെ ആരോ ആണെന്ന് തോന്നി. അവളുടെ വയറ്റിൽ വളർന്നത് സ്വന്തം കുഞ്ഞു. ആനി അയാൾ കണ്ടു, സംസാരിച്ചു, സത്യം വിളിച്ചു പറഞ്ഞു, രേഖകൾ കാണിച്ചു. സ്വന്തം വയറ്റിൽ വളരുന്നത് അയാളുടെ കുഞ്ഞായതുകൊണ്ടായിരിക്കാം അവൾക്ക് അയാളോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നിയത്. ഇതൊക്കെ ഞാൻ അറിയുന്നത് വളരെ വൈകിയാണ്. എൻ്റെ ലൈഫ് എനിക്ക് മീനിങ്ലെസ് ആയി തോന്നി. ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ട പോലെ. അവൾ എന്നെ വിട്ടുപോകുമോ എന്ന ചിന്ത എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. അന്ന് തീരുമാനിച്ചതായിരുന്നു അവൻ്റെ മരണം. കൊലപാതകം ചെയ്ത് ഡെലിവറി കഴിഞ്ഞ് ആനിയും കുഞ്ഞുമായി നിങ്ങൾ നാട് വിട്ടു. നിങ്ങൾ നാട് വിടുമ്പോൾ കൂടെയുണ്ടെന്ന് പറയുന്ന ഭാര്യയും മകനും അവരെവിടെയാണ്? നിങ്ങൾ മുൻപ് താമസിച്ച സ്ഥലമായാലും ഇവിടെയായാലും നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ മകനെയോ ഭാര്യയോ ആരും കണ്ടതായി പറയുന്നില്ല. അവർക്കെന്ത് സംഭവിച്ചു? പറയാം. ആരോടും പറയാതെയാണ് ഞാൻ നാട് വിട്ടത്. ആനിയോട് പോലും ഞാൻ പോകുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നില്ല. അവൾ കൂടെ വന്നില്ലെങ്കിലോ എന്ന ഭയമായിരുന്നു എനിക്ക്. വന്നതിന് ശേഷം വളരെ ദേഷ്യത്തോടെയായിരുന്നു എന്നോടുള്ള പെരുമാറ്റം. കുഞ്ഞിനെ തുടരരുതെന്നും കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല എന്നൊക്കെ അവൾ പറയുമായിരുന്നു. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു അവൾ പോവുകയാണെന്ന്. എന്നോടൊപ്പമുള്ള ജീവിതം അവൾക്ക് മടുത്തെന്ന്. ഷീ വാണ്ട് ഡിവോഴ്സ് ഫ്രം മീ. അതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു സർ. എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞവൾ, എന്നോടൊപ്പം കഴിയണമെന്ന് വാശി പിടിച്ചവൾ, ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേഷ്യം, സങ്കടം, നിരാശ എല്ലാം കൂടി പിടിവിട്ടുപോയി. ഞാൻ അവളെ കൊന്നു. കുറെ നാളുകൾക്ക് ശേഷം അന്ന് രാത്രി ഞാൻ അവളോടൊപ്പം കിടന്നു. എൻ്റെ ആനിയോടൊപ്പമുള്ള അവസാനത്തെ രാത്രി. അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഇപ്പോൾ സ്നേഹിക്കുന്നു. അവളെ രാജകുമാരി ആയിരുന്നില്ല സർ. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. ആ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അവൾ എന്നോടൊപ്പം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ ഭാര്യയായിട്ടല്ല, എൻ്റെ കാമുകിയായിട്ട്. അപ്പോൾ മാത്രമല്ലേ അവളെന്നെ വിട്ടുപോകാതിരിക്കുള്ളൂ സർ. അപ്പോ നിങ്ങളുടെ മകൻ? എൻ്റെ ചിറകിനടിയിലായിരുന്നു ഞാൻ അവളെ വളർത്തിയത്. പുറത്തേക്ക് വിടാൻ ഭയമായിരുന്നു സർ. ഒരിക്കലെങ്ങനെയോ അവന് ഞങ്ങളുടെ കുടുംബ ഫോട്ടോ കിട്ടി. അതിൽ പിന്നെ തറവാട്ടിൽ പോകണമെന്നും എല്ലാവരെയും കാണണമെന്നും അവൻ വാശി പിടിച്ചു. ഞാൻ സമ്മതിച്ചില്ല. അതിൽ അവനെന്നോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. അവനെന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. എന്നിട്ട് നിങ്ങളുടെ മകനെവിടെ? മകനെപ്പറ്റി എന്ത് പറഞ്ഞാലും അയാൾ എന്നെ കൊല്ലുമായിരുന്നു. അതറിയാൻ വേണ്ടിയാണ് അയാൾ വന്നത്.
ഞാൻ പറഞ്ഞ കഥയിലെ ഡോണർ അയാളായിരുന്നു. ഇത്രയും വർഷങ്ങളായിട്ടും എൻ്റെ ഫാമിലിയെ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ. ആൻഡ് ഐ വാസ് നോട്ട് സർപ്രൈസ്ഡ്. ഹീസ് എ കംപ്ലീറ്റ് മാനിയാക്ക്. പല സ്ഥലത്തും അയാളുടെ സാന്നിധ്യം ഞാൻ അറിഞ്ഞിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇത് ഡോണറാണെന്ന്? നിങ്ങൾ ഇതിനു മുമ്പ് ഇയാളെ കണ്ടിട്ടില്ലല്ലോ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അയാൾക്ക് എൻ്റെ മകൻ്റെ നല്ല ഛായയുണ്ടായിരുന്നു, അതേ ശബ്ദവും. ആനയെ പറ്റി പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞ് ഞാൻ കണ്ടു. ഇരുപത്തിരണ്ട് വർഷമായി ആരും തിരിഞ്ഞു നോക്കാത്ത കേസുമായി അയാൾ നിങ്ങളുമായി വന്നത് ഇത്രയും വർഷം അയാൾ അന്വേഷിക്കുന്ന മകനെയും കാമുകയും കാണുവാനാണ്. ഞാനാണ് ആ കൊലപാതകമെന്ന് അയാൾക്ക് ഉറപ്പാണ്. തോമസ് ഹോസ്പിറ്റൽ ജോലി ചെയ്തിരുന്ന അയാളുടെ സുഹൃത്താണ് തോമസ്. അയാൾക്ക് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ആൾ. കുഞ്ഞിനെയും ആനയെയും അയാൾക്ക് കാണിച്ചു കൊടുത്തില്ല എന്നതാണ് ഞാൻ അവന് കൊടുത്ത ആദ്യ ശിക്ഷ. ഇവരെ കാണാതാവുമ്പോൾ എന്നെങ്കിലും അയാൾ എൻ്റെ മുമ്പിൽ വരുമെന്ന് എനിക്കുറപ്പായിരുന്നു. ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. നിങ്ങൾ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത് ഏത് നിമിഷവും കൈവിട്ട് പോകുന്ന ഒരു മെൻ്റൽ ഹെൽത്താണ് നിങ്ങൾക്കുള്ളതെന്നാണ്. മകനെ നഷ്ടപ്പെടുമെന്നുള്ള ഭീതി, സത്യങ്ങൾ അവൻ അറിയുന്നുള്ള ഭയം, ഇതൊക്കെയല്ലേ നിങ്ങളുടെ മനസ്സിൻ്റെ താളം തെറ്റിച്ചത്? ആനി നിങ്ങളെ വിട്ടുപോകുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആനിയെ കൊന്നത്. ഇയാളുടെ കൂടെ ആനി ജീവിക്കുന്നത് കണ്ടുവെക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു. കാരണം അത്രയ്ക്കും ആനിയെ നിങ്ങൾ സ്നേഹിച്ചിരുന്നു. മകൻ വലുതാവുമ്പോൾ ആനി അവനോട് സത്യങ്ങൾ വിളിച്ചു പറയാന്നുള്ള ഭയവും നിങ്ങൾക്കുണ്ടായിരുന്നു. സത്യത്തിൽ ആനിയേക്കാൾ ഒരു മകന് വേണ്ടി ആഗ്രഹിച്ചത് നിങ്ങളായിരുന്നു. വിവരങ്ങൾ കൈമാറിയതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ തോമസിനെ കൊന്നത്. ഈ സത്യങ്ങളൊക്കെ അറിയാവുന്ന മറ്റൊരാൾ, അത് തോമസ് ആയിരുന്നു. സ്വന്തം ചോരയില്ലാതിരുന്നിട്ടും നിങ്ങൾ ഇത്രയും മകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ എത്ര സ്നേഹിച്ചാണ്? എൻ്റെ സ്നേഹങ്ങൾക്ക് മുമ്പിൽ ഞാൻ വലിയ സ്വാർത്ഥനാണ്. ഒരുപാട് നന്ദിയുണ്ട് എന്നെ കേട്ടതിന്. ഇതെല്ലാം എന്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മകൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ഹീസ് അലൈവ് ആൻഡ് വി നോ ദാറ്റ്. നിങ്ങൾ ഞങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു ലക്സ്. ഒരിക്കലും നിങ്ങളുടെ മകനെ തേടിയല്ല ഞങ്ങൾ വന്നത്, നിങ്ങളെ തേടിയാണ്. പക്ഷെ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് അറിയണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ മകൻ എല്ലാ സത്യങ്ങളും അറിയാം. നിങ്ങൾ അവന്റെ അച്ഛനല്ലെന്ന സത്യം. ഇനി ഒരിക്കലും നിങ്ങളെ അവൻ അച്ഛന്ന് വിളിക്കില്ല. അവന്റെ അമ്മയെ കൊന്ന ആളാ നിങ്ങൾ. ഒരുപക്ഷെ അവൻ ലോകത്തെ ഏറ്റവും വെറുക്കുന്ന നിങ്ങളെ ആയിരിക്കും. നാളെ അവനെയും നിങ്ങൾ കൊല്ലും. പക്ഷെ അത് ഞങ്ങൾക്ക് തടയണം. ഹലോ, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. സ്നേഹം കൊണ്ട് സമനില തെറ്റിയതാണ് നിങ്ങളുടെ. ഐ ക്യാൻ ഹെൽപ്പ് യു. അത് നിങ്ങൾ ശരിക്കും പോലീസ് തന്നെയാണോ? കൊല്ലപ്പെട്ട തോമസിന് ഒരു മകനുള്ളതായി എനിക്കറിയാം. യു നീഡ് ഹെൽപ്പ് അലക്സ്.
ഒരാൾ എപ്പോൾ മുതലാണ് ജയിച്ചു തുടങ്ങുന്നതെന്ന് സാറിന് അറിയാമോ? When he stops believing others. അവൻ്റെ അമ്മയെ കൊന്ന ആളെ നിങ്ങൾ. ഒരുപക്ഷെ അവൻ ലോകത്തെ ഏറ്റവും വെറുക്കുന്ന നിങ്ങളെയായിരിക്കും. ദേഷ്യം, സങ്കടം, നിരാശ എല്ലാം കൂടി പിടിവിട്ടുപോയി. ഇയാളുടെ കൂടെ ആനി ജീവിക്കുന്നത് കണ്ടു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം അത്രയ്ക്കും ആനി നിങ്ങൾ സ്നേഹിച്ചിരുന്നു. ഹലോ ഹലോ പപ്പ. ഹലോ മോനെ. പപ്പ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ വാസ് ഔട്ട് സൈഡ്. കറുത്ത മലാഖമാർ എനിക്ക് വേണ്ടിയുള്ള ശവമഞ്ചം ഒരുക്കുന്നതായി ഞാൻ അറിയുന്നു. ദൈവവും വിധിയും എന്നെ കൈവിട്ടതാണ്. പ്രതികാരത്തിൻ്റെയും രക്തത്തിൻ്റെയും മുന്നിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കാം. എൻ്റെ അതിഥികളാണ് നിങ്ങൾ. നിങ്ങൾക്കായി നട്ടുവളർത്തിയതാണ് ഈ ചുവന്ന റോസാപ്പൂക്കൾ. റെസ്റ്റ് ഇൻ പീസ്.